വെൽക്കം ബാക്ക് ടു ജൂബിറ്റ്സ് ലേണിംഗ്. അടുത്ത COET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതല്ലെങ്കിൽ ഇപ്പോൾ +1ലോ +2ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന COET എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ട് COET എക്സാം എഴുതണം, എങ്ങനെ COETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതല്ലെങ്കിൽ എന്താണ് COETയുടെ എക്സാം പാറ്റേൺ, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് COET UG 2027 കംപ്ലീറ്റ് റോഡ് മാപ്പാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് COET, എന്തുകൊണ്ടാണ് നമ്മൾ COET എക്സാം എഴുതേണ്ടത്? +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ COET എഴുതുന്നത്. COET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. നമുക്കറിയാം, കുറച്ച് മുമ്പാണെങ്കിൽ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും, ഇപ്പോൾ രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് എൻട്രൻസുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് സെപ്പറേറ്റ് അവരുടെ എക്സാം ഫീ ഒക്കെ പേ ചെയ്ത് വേറെ എക്സാമുകൾ എഴുതണം. പക്ഷെ ഇപ്പോൾ എന്തായി, ഈ രാജ്യത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം COETയുടെ അണ്ടറിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ COET എന്ന് പറയുന്ന ഒരൊറ്റ എൻട്രൻസ് എക്സാം +2 കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ COETനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ്? ഗേറ്റ് വേ ടു ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെ ഞാനൊരു 8 ടോപ്പ് യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ CUK എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ CUKയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് എക്സാമാണ് എഴുതേണ്ടത്? +2 കഴിഞ്ഞ് COET UG എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ COETനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ്? സിംഗിൾ എക്സാം മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ്. ഞാൻ പറഞ്ഞു ഓൾറെഡി സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ മെയിനായിട്ട് COETയിലൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലാണ്ട് തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാണ് NFSU, നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന നല്ല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇനി അതല്ലെങ്കിൽ എന്തുണ്ട്, ഒരു IIT ഉണ്ട്, IIT ധർവാദ് എന്ന് പറയുന്ന IITയിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ, IIT ധർവാദിൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കാനും നമ്മൾ എന്ത് എഴുതിയാൽ മതി? +2ന് ശേഷം COET UG എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, നല്ലൊരു യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്ത് നമ്മൾ COETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താലും, ഇനി സപ്പോസ് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഡീംഡ് യൂണിവേഴ്സിറ്റീസും എല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്? COET UGയുടെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന പോയിൻ്റാണ് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും +2ൽ വേറെ സിലബസ് പഠിച്ചവരായിരിക്കും. ചിലർ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവരായിരിക്കും, ചിലർ CBSE ആയിരിക്കും. അപ്പോൾ അവരുടെ മാർക്കുകളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ബോർഡ് പഠിച്ചവരാണെങ്കിലും +2 ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കംപ്ലീറ്റ് COET UG എന്ന് പറയുന്നത് എന്താണ്? മെറിറ്റ് ബേസ്ഡ് അഡ്മിഷനാണ്. +2ലെ മാർക്കോ, നമുക്ക് +2ൽ മിനിമം ഒരു 50% ഒക്കെ മാർക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? COET എക്സാം എഴുതിയിട്ട് കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റും. പിന്നെ വരുന്നൊരു പോയിൻ്റാണ് ട്രാൻസ്പെറൻറ്റ് കൗൺസിലിംഗ് പ്രോസസ്സ്. അതായത് നമ്മൾ COET എക്സാമിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് COETയുടെ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? അവർ NTA ആണ് COET എക്സാം നടത്തുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് COETയുടെ മാർക്സ് പബ്ലിഷ് ചെയ്യുന്നു, എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മാർക്സ് വരുന്നത്. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റീസും അവരുടെ അഡ്മിഷൻ ലിസ്റ്റും അലോട്ട്മെൻറ്റ് ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര മാർക്കാണ് ഓരോ സ്റ്റുഡൻസിനും കിട്ടിയത് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, കറക്റ്റായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണ് COETയുടെ നടക്കുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഞാനിപ്പോൾ പറഞ്ഞു COET എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫോക്കസ് എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം? അതല്ലെങ്കിൽ നാട്ടിലൊരു സാധാരണ ഒരു കോളേജിൽ പഠിച്ചാൽ പോരെ? അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഡിഫറെൻ്റ് ആക്കുന്നത് ഇത്രയും പോയിൻറ്റ്സ് ആണ്. ഇത്രയും പോയിൻറ്റ്സ് അല്ല, ഒരുപാടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് എക്സ്പോഷർ. അതായത് അക്കാദമിക് എക്സ്പോഷർ ആണെങ്കിലും ഇനി അതല്ലാത്തൊരു എക്സ്പോഷർ ആണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് എവിടെ പഠിക്കുന്നുണ്ടാവും? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ടാവും. ഇനി ഇന്ത്യയിലെ നല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസും ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുക, അവരുടെ കൾച്ചറും ട്രഡീഷനൊക്കെ മനസ്സിലാക്കി നമുക്ക് അങ്ങനെയുള്ളൊരു എക്സ്പോഷർ കിട്ടും. പിന്നെ എന്താണ്, മെയിൻ സിറ്റീസിൽ, ഇപ്പോൾ ഡൽഹി, ഹൈദരാബാദ്, തമിഴ്നാട് അങ്ങനെയുള്ള സിറ്റീസിലായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു
ഇപ്പോൾ ഡൽഹി പോലുള്ള ഒരു സിറ്റിയിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറും കൂടെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്നുണ്ട്. ഇനി അക്കാദമിക് എക്സ്പോഷർ ആണെങ്കിലും എന്താണ്, ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ടോപ്പ് റാങ്കിങ് ഉള്ളതാണ്. നമുക്കറിയാം, നമ്മൾ NIRF റാങ്കിങ്ങിൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ആദ്യത്തെ 20 റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മിക്ക യൂണിവേഴ്സിറ്റികളും മെജോറിറ്റിയും എന്തായിരിക്കും, സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിരിക്കും. അപ്പോൾ ടോപ്പ് റാങ്കിങ്സ് ഉള്ള യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അതുപോലെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഇന്ത്യയിലെ മേജർ സിറ്റീസിലായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന, ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഇവൻറ്റ്സ്, വെബിനാറുകൾ, അങ്ങനെയുള്ള ഓരോ പരിപാടികളുടെയും ഓരോ കോൺഫറൻസിൻ്റെ ഒക്കെ ഭാഗമാവാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റും, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിലൂടെ പറ്റും. അതുപോലെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നടക്കുന്ന ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എക്സ്ട്രാ കരിക്കുലർ സൊസൈറ്റികളുടെ ഭാഗമാവാനും കൂടെ നമുക്ക് എവിടെ പറ്റും, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. പിന്നുള്ളതാണ് ഇന്ത്യസ് ടോപ്പ് ഫാക്കൽറ്റീസ്. നമുക്കറിയാം, ഇന്ത്യയിലെ ടോപ്പ് ഫാക്കൽറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത്. അതുപോലെ ലൈബ്രറി, അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ ആണെങ്കിലും അതുപോലെ 24/7 അവൈലബിൾ ആയ ഒരുപാടേറെ നല്ല ബുക്സുകൾ അവൈലബിൾ ആയ ലൈബ്രറികളും ക്യാൻറ്റീനുകളും ഹോസ്പിറ്റലുകളും, അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് അതിനുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതായിരിക്കും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരുപാട് ഫീ വരൂലെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളൊരു ഡിഗ്രി നാട്ടിലൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുമ്പോൾ ഉള്ള ഫീസിൻ്റെ പകുതി ഫീസ് പോലും നമുക്ക് എവിടെ വരുന്നില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആവുന്നില്ല. പിന്നുള്ളത് സ്ട്രോങ് പ്ലേസ്മെൻറ്റ്സ് അല്ലേ. നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നല്ലൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമുക്ക് നല്ല വലിയ കമ്പനീസിലൊക്കെ എന്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും, പ്ലേസ്മെൻറ്റ് വഴി നമുക്ക് നല്ല കമ്പനികളിലൊക്കെ നമുക്ക് പ്ലേസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളതാണ് ഈസി ഇൻറ്റേൺഷിപ്പ് ആക്സസ്. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, മേജർ സിറ്റീസിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുന്നത്. അപ്പോൾ ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ആ സിറ്റിയിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് നല്ല ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇനി ഇതല്ലെങ്കിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയും നല്ല ഇൻറ്റേൺഷിപ്സ് ഒക്കെ നമുക്ക് എന്തിനു പറ്റും, പെട്ടെന്ന് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ആക്സസ് റെഡിയാവും. ഇനി അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് CUET എഴുതണം, അതുപോലെ CUET വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഈ 2 പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണ് CUET, അതായത് CUETയുടെ സിലബസ് എന്താണ്, CUETക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം, CUET എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. CUET എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ്. അപ്പോൾ നമുക്കറിയാം, നാട്ടിലൊക്കെ PSC എക്സാമുകളൊക്കെ ആണെങ്കിലും എങ്ങനെയാണ്, നമ്മൾ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ആണെങ്കിൽ ഒരു 1 നമ്പർ ഇട്ട് 4 റൗണ്ട് ഉണ്ടാവും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ ജസ്റ്റ് കറപ്പിച്ച് കൊടുക്കലാണ്, പെന്ന് വെച്ച് നമ്മൾ കറപ്പിക്കലാണ്. പക്ഷേ ഇതെന്താണ്, CUETയിലേക്ക് വരുമ്പോൾ CUET ഒരു കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ആണെങ്കിലും നമ്മൾ ആദ്യം നമുക്കിപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് എന്ന് തോന്നി നമ്മൾ ഓപ്ഷൻ A മാർക്ക് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തോന്നുകയാണ് A അല്ലല്ലോ B അല്ലേന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തിരുത്താൻ A മാറ്റി B ഓപ്ഷൻ ചൂസ് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെ വരുന്നുണ്ട്, CUETയിൽ വരുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് CUET വരുന്നത്. പിന്നെന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ 4 ആൻസേഴ്സ്, അങ്ങനെയാണ് CUETയുടെ എക്സാം പാറ്റേൺ വരുന്നത്. പിന്നെ എന്താണ്, 13 മീഡിയം ഓഫ് ലാംഗ്വേജസിൽ CUETയുടെ പേപ്പർ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് മലയാളീസിനാണെങ്കിലും CUETയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ അതായത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ആയിരിക്കും. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് വരും മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ. പക്ഷേ മലയാളത്തിലും എന്ത് അവൈലബിൾ ആണ്, CUET എക്സാം അവൈലബിൾ ആണ്. പിന്നുള്ളത് 37 സബ്ജക്റ്റ് 3 സെക്ഷൻസ്. അതായത് ടോട്ടൽ CUET UGയുടെ കീഴിൽ വരുന്നത് 37 പേപ്പേഴ്സാണ്, 37 സബ്ജക്റ്റുകളാണ്. ഈ 37 സബ്ജക്റ്റുകളെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ ലാംഗ്വേജ്, രണ്ടാമത്തെ സെക്ഷൻ ഡൊമൈൻ സബ്ജക്റ്റുകൾ, പിന്നെ മൂന്നാമത്തത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
ഈ ലാംഗ്വേജസിൽ വരുന്നത് 13 ലാംഗ്വേജസ് ആണ്. ആസാമീസ്, ബംഗാളീസ്, അങ്ങനെ ഇതിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, നമുക്കാണെങ്കിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. ഇങ്ങനെ 13 ലാംഗ്വേജസ് ആണ് COETയുടെ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നുള്ളത് ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ സെക്ഷനാണ്. ഡൊമൈൻ സബ്ജക്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് അവൈലബിൾ ആണ്. ഇനി കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി അവൈലബിൾ ആണ്. അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ ഓരോ നമ്മൾ +2 ഏത് മേജറാണോ പഠിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും നമ്മുടെ ഡൊമൈൻ പേപ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് എന്താണ്, തേർഡ് പേപ്പർ വരുന്നത്, അതായത് തേർഡ് സെക്ഷൻ വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്തില്ല, ഒരു ചോയ്സ് ഇല്ല. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒറ്റ പേപ്പറാണ്. അതിൽ 4 ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, കറൻറ്റ് അഫയേഴ്സ്, അതുപോലെ ജനറൽ നോളജ്. അപ്പോൾ ഇങ്ങനെ 13 ലാംഗ്വേജ് പേപ്പേഴ്സും 23 ഡൊമൈൻ സബ്ജക്റ്റുകളും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും, ഇങ്ങനെ ടോട്ടൽ 37 സബ്ജക്റ്റുകളാണ് COET UGയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി മാർക്കിംഗ് സ്കീം എങ്ങനെ നോക്കാം. ഇതിൽ ഓരോ പേപ്പറും ഞാനിപ്പോൾ പറഞ്ഞ 37 പേപ്പേഴ്സും ടോട്ടൽ ഒരു പേപ്പറിന് കിട്ടുന്നത് 60 മിനിറ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരാൾ 2 പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ ആൾക്ക് എക്സാം എത്ര മിനിറ്റിലായിരിക്കും, 120 മിനിറ്റ്സിലായിരിക്കും, അതായത് 2 മണിക്കൂറിലായിരിക്കും. അപ്പോൾ ഒരു പേപ്പറിന് കിട്ടുന്നത് 1 ഹവർ ടൈമാണ്. 1 ഹവർ ടൈമിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ ഒരു ക്വസ്റ്റ്യന് വരുന്ന മാർക്ക് 5 മാർക്കാണ്. അതായത് 50 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക്, അങ്ങനെ ടോട്ടൽ 250 മാർക്കിലാണ് COETയുടെ ഒരു പേപ്പറിൻ്റെ എക്സാം വരുന്നത്. ഇതിൽ അപ്പോൾ ഒരു കറക്റ്റ് ആൻസറിന് +5 ആണ്. ഇനി ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ -1 ആണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തു, അപ്പോൾ അതിന് 5 മാർക്കായി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമ്മളത് തെറ്റാണെങ്കിൽ എന്താവും, നമ്മുടെ ഒരു മാർക്ക് റെഡ്യൂസ് ആവും. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ് എന്ത് വരുന്നത്, COET വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്താൽ, നമ്മൾ ആൻസർ ചൂസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തില്ല, അതിന് നെഗറ്റീവ് മാർക്കിങ്ങോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മാർക്ക് 0 ആണ്. അപ്പോൾ ടോട്ടൽ ഒരു പേപ്പറിന് 1 മണിക്കൂർ ടൈമിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ടോട്ടൽ ഞാൻ പറഞ്ഞു 37 സബ്ജക്റ്റുകൾ വരുന്നുണ്ട് എന്ന്. ഈ 37 സബ്ജക്റ്റിൽ ഒരു കുട്ടി എത്ര പേപ്പറാണ് എഴുതേണ്ടത്? ഒരു കുട്ടിക്ക് COETയിൽ മാക്സിമം 5 പേപ്പറുകളാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ 5 പേപ്പർ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ചിലരെന്തുണ്ട് ഒരു പേപ്പർ മാത്രം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അതായത് ലാംഗ്വേജിൽ മിക്ക ആൾക്കാരും ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെജോറിറ്റി സ്റ്റുഡൻസും എഴുതാറുണ്ട്. ഈ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതുന്നത് എന്തിനാണ്? ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ നമ്മളൊരു BSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയുടെ മാർക്ക് മാത്രം നോക്കി അഡ്മിഷൻ തരുന്നവരുണ്ട്. പക്ഷേ ചില യൂണിവേഴ്സിറ്റി അതിന് പകരം എന്താ നോക്കുക, PCMൻ്റെ മാർക്കാണ് നോക്കുക, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്കാണ് നോക്കുക. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ചില യൂണിവേഴ്സിറ്റികൾ BSc കെമിസ്ട്രിക്ക് അഡ്മിഷന് നോക്കുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് നോക്കും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കും, അതുപോലെ 3 ഡൊമൈൻ സബ്ജക്റ്റുകളുടെ മാർക്കും നോക്കും. ഇപ്പോൾ കെമിസ്ട്രിക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അങ്ങനെ ടോട്ടൽ 5 പേപ്പറിൻ്റെ മാർക്ക് നോക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ മാത്രം എഴുതാം, അതല്ലെങ്കിൽ 2-3 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ മാക്സിമം 5 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സേഫസ്റ്റ് കോമ്പിനേഷൻ ഒരു കുട്ടി ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും 3 ഡൊമൈൻസും. അങ്ങനെ ഈ 5 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് മാക്സിമം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, മാക്സിമം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു കുട്ടി എന്ത് ചൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ COETക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഡ്രീം യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടെത്തി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ സബ്ജക്റ്റ് കോമ്പിനേഷനും കാര്യങ്ങളും നോക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷേ ഒരു പ്രത്യേക ഒരു യൂണിവേഴ്സിറ്റി നോക്കി വെക്കാണ്ട് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു ലാംഗ്വേജും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും 3 ഡൊമൈൻസും ഫോക്കസ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇപ്പം ഞാൻ COET എക്സാം എന്തിനാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു, അതായത് എന്താണ് എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എങ്ങനെ COETക്ക് വേണ്ടി പ്രിപ്പയർ ആവാം. ഇതിപ്പോൾ ജൂലൈ മാസമാണല്ലോ. ഈ ജൂലൈ തൊട്ട് നമുക്ക് എല്ലാ വർഷവും COET വരുന്നത് ഒരു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ്യിലായിട്ടാണ്. അപ്പോൾ ഈ ജൂലൈ തൊട്ട് മെയ് വരെയുള്ള ഈ സമയത്ത് എങ്ങനെ COETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്താണ് എക്സാം സിലബസ് എന്ന്. ഞാനിപ്പോൾ പറഞ്ഞ 23 ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ,
37 സബ്ജക്റ്റുകളിൽ 23 സബ്ജക്റ്റ് ഡൊമൈൻസ് ആണ്. ഈ ഡൊമൈൻസിൻ്റെ എല്ലാം സിലബസ് വരുന്നത് എന്താണ്? പ്ലസ് ടുവിൽ NCERTയുടെ സിലബസ് ആണ്. അപ്പോൾ അതായത് പ്ലസ് ടുവിൽ നമ്മൾ NCERTയിൽ ഇപ്പോൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ മാത്സിൽ പ്ലസ് ടുവിൽ NCERT എന്ന് പറയുമ്പോൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, അവിടെ തുടങ്ങിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പ്ലസ് ടുവിലെ അങ്ങനെയാണ് മാത്സിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും സിലബസ് എന്താണ്? കംപ്ലീറ്റ്ലി NCERT സിലബസ് ആണ്. അപ്പോൾ ഒരു കുട്ടി ഒരു COETക്ക് നല്ല മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യേണ്ടത് എന്താണ്? NCERTയിലെ കംപ്ലീറ്റ് ടോപ്പിക്സ് പഠിക്കണം. അതിന് കൂടെ NCERTയിലെ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. NCERTയിൽ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എന്ത് വേണം? മോക്ക് ടെസ്റ്റുകൾ. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്ലസ് ടുവിലും പഠിക്കുന്നത് NCERTയുടെ സിലബസ് ആണ്. അപ്പോൾ ഈ NCERTയുടെ സിലബസ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച് നമുക്ക് നേരെ പോയി COET എഴുതി കഴിഞ്ഞാൽ നമുക്ക് അധികം മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺസെപ്റ്റുകൾ അറിയാമെന്നുണ്ടെങ്കിലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ നല്ലോണം ക്വസ്റ്റ്യൻസ് ചെയ്ത് അതായത് MCQs, ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും വരുന്ന MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്ത് എന്താവണം? നമ്മളൊരു ട്രാക്കിലാവണം. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവണം. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്ത് ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ NCERT, പിന്നെ അതുപോലെ നല്ലോണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അതിൻ്റെ കൂടെ കംപ്ലീറ്റ് മോക്ക് നല്ലോണം മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഡൊമൈൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് ജൂലൈ മാസമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ ഈ ജൂലൈ തൊട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം. കാരണം ഇപ്പോൾ നമ്മൾ നീറ്റ് JEE എക്സാമുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഭയങ്കര ടഫസ്റ്റ് എക്സാമുകളാണ്. അപ്പോൾ അതിന് സ്റ്റുഡൻസ് കൂടുതലും ചെയ്യാറുള്ളത് എന്താണ്? പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണ് കൂടുതൽ. പക്ഷേ നമ്മൾ COETക്ക് വേണ്ടി അങ്ങനെ ഒരു 1 ഇയർ ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ പ്ലസ് 1 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പ്ലസ് 1 തൊട്ടേ ചെറുതായിട്ട് ഇങ്ങനെ നോക്കി തുടങ്ങുക. ഇനി പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഈ ജൂലൈയിൽ തുടങ്ങി ഡിസംബർ വരെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി വെച്ച് കറക്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് COET ക്വാളിഫൈ ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഡിസൈഡ് യുവർ ഡ്രീം യൂണിവേഴ്സിറ്റി. ഏത് കോളേജിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് ആ കോളേജ് എന്ത് ചെയ്യാം? ആദ്യം ഉറപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂസ് കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഒരു ഡ്രീം യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻ നോക്കിയാൽ മതി. പക്ഷേ നിങ്ങൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്തല്ല മൊത്തം നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടണം എന്നുള്ള ഫോക്കസിലാണെങ്കിൽ 5 സബ്ജക്റ്റുകൾക്ക് വേണ്ടിയാവണം നിങ്ങൾ പ്രിപ്പയർ ആവേണ്ടത്. പിന്നെ എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലാംഗ്വേജുകളുടെ സിലബസ് ആണെങ്കിൽ ലാംഗ്വേജസിൽ വരുന്ന സിലബസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും വരുന്നത് വൊക്കാബുലറി, റീഡിംഗ് കോംപ്രഹെൻഷൻ അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണെങ്കിൽ ഞാൻ ഓൾറെഡി നേരത്തെ 4 കാര്യങ്ങൾ പറഞ്ഞു. GK, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതാണ് GKയുടെ പ്രിപ്പറേഷൻ വരുന്നത്. പക്ഷേ ഡൊമൈൻ സബ്ജക്റ്റുകളുടെ എന്താണ്? NCERTയും അത് റിലേറ്റ് ചെയ്തുള്ള പ്രാക്ടീസും കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റ് ഓരോ പേപ്പറിൻ്റെയും സിലബസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ തുടങ്ങുക. പിന്നെ വരുന്നത് എന്താണ്? പ്രാക്ടീസ് മാക്സിമം മോക്ക് ടെസ്റ്റ്. ഇതാണ് ഇതിൽ ഏറ്റവും മെയിൻ പോയിന്റ് വരുന്നത്. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോട് അത്രയും നമ്മൾ എത്ര മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രയും നമ്മൾ ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ടായി മാറും. ഇനി ഞാൻ പറഞ്ഞല്ലോ ജൂലൈ തൊട്ട് മെയ് വരെ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിനുള്ളൊരു റഫ് ഷെഡ്യൂളാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ജൂലൈ ടു നവംബർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കംപ്ലീറ്റ് ദ സിലബസ്. ഞാൻ പറഞ്ഞു ഡൊമൈൻസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി NCERT സിലബസ് ആണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിലുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്നുകൂടെ അഡ്വാൻസ് ലെവലിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ ഡൊമൈൻ സബ്ജക്റ്റിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജസിൻ്റെ ഇംഗ്ലീഷും അതുപോലെ GATയും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും സിലബസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജൂലൈ തൊട്ട് നവംബർ വരെയുള്ള ടൈമിൽ കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഇതിലെ ടോപ്പിക്സ് കൂടെ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് നമ്മുടെ പ്ലസ് ടുവിൻ്റെ പഠിത്തത്തിൻ്റെ കൂടെ NCERTയും പഠിക്കണം. അതിന് കൂടെ എന്തുകൂടെ പഠിക്കണം? ഈ GATയിലും ലാംഗ്വേജിലും ഇംഗ്ലീഷിലെയും ടോപ്പിക്സ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീരണം. അപ്പോൾ നവംബർ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത മെയിലേക്ക് ഏകദേശം 10 മാസമുണ്ട്. അപ്പോൾ ഇത്രയും
സമയം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി അപ്പോഴേക്കും നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അതുപോലെ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ മാത്സ് പോലുള്ള സബ്ജക്റ്റുകളാണെങ്കിലും ഫോർമുല ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ എങ്ങനെയാണ്, അതായത് പിന്നെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെ ട്രിക്സ് വെച്ചാണ് നമ്മളിത് പഠിച്ചത്, എങ്ങനെയൊക്കെ ഇത് ഓർത്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഷോർട്ട് നോട്ട്സ് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പോവാം. പിന്നുള്ളത് പ്രാക്ടീസ് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ. ഓരോ ചാപ്റ്റർ ഇപ്പോൾ NCERT ആണെങ്കിലും ഇംഗ്ലീഷിലെയും GAT ആണെങ്കിലും ഓരോ ടോപ്പിക്സും ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് ബേസ് ചെയ്തുള്ള മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഇപ്പോൾ തന്നെ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങേണ്ടത് എന്താണ്, ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുക, ഓരോ ടോപ്പിക്സ് പഠിക്കുക, ആ ടോപ്പിക്ക് ബേസ് ചെയ്തുള്ള ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ച് അതിൽ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താവും, ആ ടോപ്പിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടോ, അതിൽ നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് നിങ്ങൾ വീക്കായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി നവംബറിന് ശേഷം ഡിസംബർ ടു മാർച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ടൈമാണ്, നമുക്ക് സ്കൂളിൽ ബോർഡ് എക്സാമുകളൊക്കെ നടക്കുന്ന ടൈമാണ് ഡിസംബർ ടു മാർച്ച് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആയിരിക്കും. അതായത് ബോർഡ് എക്സാമിന് നമുക്ക് നോക്കണം, മോഡൽ എക്സാമുകളും പ്രാക്ടിക്കൽ എക്സാമുകളും എല്ലാം വരുന്ന സമയമാണ് ഡിസംബർ ടു മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി നവംബർ ആകുമ്പോഴേക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക, റിവൈസ് ദ സിലബസ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളൊരു കീപ്പ് ഇൻ ടച്ചിൽ പോയാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറിച്ച് നോക്കാം. ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ കൂടെ അത്രയും പ്രഷർ വരുന്നില്ല, CUET കൂടെ പഠിക്കേണ്ട പ്രഷർ നിങ്ങൾക്ക് എവിടെ ഫീൽ ചെയ്യുന്നില്ല, ഡിസംബർ ടു മാർച്ചിൽ ഫീൽ ചെയ്യൂല. കാരണം നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ എന്താ ചെയ്യുക, കോൺസെൻട്രേറ്റ് ഓൺ യുവർ വീക്ക് ഏരിയാസ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സിലബസ് പഠിച്ച് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് നിങ്ങൾക്ക് ടഫ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീക്ക് ഏരിയാസ് റിവൈസ് ചെയ്യാൻ, ആ വീക്ക് ഏരിയാസിനൊന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ സമയം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയം, ബോർഡ് എക്സാമിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകൾ. നമ്മളപ്പോൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകളാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരുപാട് ടോപ്പിക്സ് വരുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റുകളൊക്കെ കൂടുതൽ എപ്പോൾ പ്രാക്ടീസ് ചെയ്യാം, ഈ ഡിസംബർ ടു മാർച്ച് വരെയുള്ള ടൈമിൽ പ്രാക്ടീസ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഡൊമൈൻ സബ്ജക്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ടൈമിൽ നമ്മൾ ബോർഡ് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ എക്സാമിന് വേണ്ടി നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്തും കൂടെ പറ്റും. ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് നമുക്ക് അറിയുന്നുണ്ടാവും NCERT കാര്യങ്ങൾ. നമ്മൾ CUET വേണ്ടിയും പ്രിപ്പയർ ചെയ്തു, അതുപോലെ നമ്മുടെ മോഡൽ എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് കംപ്ലീറ്റ് അറിയുന്നുണ്ടാവും. അപ്പോൾ കെമിസ്ട്രിയുടെ ഒക്കെ കംപ്ലീറ്റ് സിലബസ് വരുന്ന മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഏപ്രിൽ ടു മെയ് നമുക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. ലാസ്റ്റ് 2 മാസങ്ങൾ. ഈ മെയ് ഒന്നും കംപ്ലീറ്റ് കിട്ടൂല, മെയ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും എക്സാം എന്തായാലും തുടങ്ങും. അപ്പോൾ ഏപ്രിൽ മെയ് ടൈം എന്തിന് യൂസ് ചെയ്യുക, ആ സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞ ഷോർട്ട് നോട്ടുകളും ഫോർമുല ഷീറ്റുകളൊക്കെ റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യുക. അതിന് കൂടെ PYQ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതായത് 2025, 26, 24 ഈ വർഷങ്ങളിലൊക്കെ ഉള്ള ഓരോ സബ്ജക്റ്റിൻ്റെ PYQസും കറക്റ്റ് എന്ത് ചെയ്യുക, ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ചെയ്തു, നമ്മൾ ആദ്യത്തെ മാസങ്ങളിൽ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതല്ലാത്ത ഓരോ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ എത്തി, PYQs പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങോട്ട് എത്തി. അപ്പോൾ നമ്മൾ ഓൾറെഡി ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചിട്ടുണ്ട്. അതല്ലാത്ത ബാക്കിയുള്ള ഓരോ ടോപ്പിക്സിന് കെമിസ്ട്രിയുടെ ഒക്കെ കമ്പൈൻഡ് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ PYQs ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്താക്കാൻ പറ്റും, സോൾവ് ചെയ്ത് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് മാസങ്ങൾ എന്തിന് യൂസ് ചെയ്യുക, പിന്നെ യൂസ് ചെയ്യേണ്ടത് ട്രാക്ക് യുവർ പ്രോഗ്രസ്. അതായത് ഓരോ ദിവസവും ഏപ്രിൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എവിടെയാണ്, നിങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അത് കറക്റ്റ് നമ്മുടെ ഒരു ഹാബിറ്റ് ട്രാക്കർ പോലെ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇനി പെൻഡിങ്സ് ആയിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ തന്നിട്ടുള്ളത് ഒരു റഫ് ഷെഡ്യൂളാണ്. ഇങ്ങനെ ഏകദേശം ജൂലൈ തൊട്ട് നെക്സ്റ്റ് മെയ് വരെ ഇങ്ങനെ ഈ ഒരു ഷെഡ്യൂളിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്തിൽ വാങ്ങാൻ പറ്റും, ഓരോ പേപ്പേഴ്സിലും സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് വാങ്ങി നല്ല കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങാൻ നിങ്ങൾക്ക്, നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂബ്ലിറ്റ്സ് ലേണിങ്ങിൻ്റെ സ്റ്റഡി ആപ്പാണ്. ഇതാണ് എഡ്യൂബ്ലിറ്റ്സ് ലേണിങ്ങിൻ്റെ ആപ്പ് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി, അതായത് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് സിലബസുകളും അതുപോലെ ആ സിലബസുകളിലെ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ടെസ്റ്റുകളും എല്ലാ ടെസ്റ്റുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ആപ്പാണ് എഡ്യൂബ്ലിറ്റ്സ് ലേണിങ്ങിനുള്ളത്. അപ്പോൾ
ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ എഡ്യൂബിറ്റ്സ് ലേണിങ്ങിൻ്റെ ആപ്പ് തുറന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യം CUET UG സയൻസ് ഇതിലെ കോഴ്സുകൾ നോക്കി നോക്കാം. ഇതിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളുടെ എന്തുണ്ട്, കംപ്ലീറ്റ് സിലബസ്. ആദ്യം സിലബസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ പേപ്പറിൻ്റെയും CUETയുടെ ഓരോ പേപ്പറിൻ്റെയും സിലബസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള സിലബസ് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഇതിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് ഓരോ ചാപ്റ്ററും, ഇപ്പോൾ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് അങ്ങനെ എല്ലാ പേപ്പറുകളുടെയും എന്തും അവൈലബിൾ ആണ്. കംപ്ലീറ്റ് റെക്കോർഡഡ് വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നമുക്ക് പഠിക്കാൻ അത്രയും എളുപ്പമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഈ നമ്മുടെ എഡ്യൂബിറ്റ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെതും, സയൻസിലാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്, കൊമേഴ്സിലാണെങ്കിലും എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്, അതുപോലെ ഹ്യൂമാനിറ്റീസിലാണെങ്കിലും എല്ലാ സബ്ജക്റ്റിൻ്റെയും കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക്സിലെയും കംപ്ലീറ്റ് ടോപ്പിക്സിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സുകളും ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ക്ലാസ്സുകൾ മാറി നമ്മൾ എന്ത് നോക്കുകയാണ്? ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ജനറൽ ടെസ്റ്റ് നോക്കാം. ജനറൽ ടെസ്റ്റിനാണെങ്കിൽ ഓരോ പേപ്പറിൻ്റെയും ഫൗണ്ടേഷൻ ടെസ്റ്റുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും മെഗാ മോക്ക് ടെസ്റ്റുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരാൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ജൂലൈ തൊട്ട് മെയ് വരെയുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ ലോങ് ടേം ബാച്ചുകളിലുള്ളത്. അതായത് ആദ്യം നമ്മൾ എന്ത് പറയും, ഒരു കുട്ടിക്ക് ഒരു ആനുവൽ കലണ്ടർ കൊടുക്കും. ഈ ജൂലൈ തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള സമയത്തിൽ കംപ്ലീറ്റ് സിലബസ് പഠിക്കാൻ കഴിയുന്ന ഒരു സ്റ്റഡി സ്ട്രക്ചർ, ഒരു ആനുവൽ കലണ്ടർ നമ്മൾ കൊടുക്കും. അപ്പോൾ അതിൽ ആ കുട്ടി എന്ത് ചെയ്യും? അതനുസരിച്ച് ഓരോ ദിവസവും പ്ലസ് ടു പഠിക്കുന്നവരാണെങ്കിലും ഇനി റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും CUETക്ക് വേണ്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും അവരെ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് അവർക്ക് മാക്സിമം ഒരു ദിവസം 1 ഹവറോ 1.5 ഹവറോ ക്ലാസ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജൂലൈ തൊട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കിൻ്റെയും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതനുസരിച്ച് എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റിൻ്റെയും ഫൗണ്ടേഷൻ ടെസ്റ്റുകളും കൂടെ എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ടെസ്റ്റുകളിൽ ഞാനിപ്പോൾ ലോജിക്കൽ റീസണിങ് എടുത്തു. ലോജിക്കൽ റീസണിങ്ങിലെ ഫൗണ്ടേഷൻ ടെസ്റ്റിൽ ഫസ്റ്റ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ട്? ഇവിടെ ടോട്ടൽ 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 10 മിനിറ്റ് ഉണ്ട്, 10 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് നെഗറ്റീവായിട്ട് -1 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ഇതിൽ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇതിൽ ഓരോ ആൻസേഴ്സ് കൊടുത്ത് ഞാൻ ഈ ടെസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ പ്രോഗ്രസ് കിട്ടും. ഇതിൽ ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തത്, എത്ര മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഓരോ ക്വസ്റ്റ്യൻ്റെയും കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ഒരു ആപ്പ് വഴി വാല്യൂറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇത് കൂടാണ്ട് എന്തുണ്ട്? നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അല്ലാണ്ട് ലൈവ് ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സുകൾ അല്ലാണ്ട് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സും അതുപോലെ ജനറൽ ടോപ്പിക്സിൽ മെയിൻ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണ്ട ടോപ്പിക്സിനും എല്ലാം ഈ ജൂലൈ ടു ഡിസംബർ വരെയുള്ള ടൈമിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഡിസംബർ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെസ്റ്റുകൾ, ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ മാറി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ സയൻസിലാണെങ്കിൽ ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ടൈമിൽ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ റിവൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആവും. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റുള്ള 2 മാസം ഞാൻ പറഞ്ഞു PYQs പ്രാക്ടീസ് ചെയ്യണമെന്ന്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്കിപ്പോൾ PYQs ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഓൾറെഡി CUETയുടെ NTA സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആൻസർക്ക് നമ്മൾ തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഈ മെഗാ ടെസ്റ്റുകൾ എന്ന് പറയുന്ന സെക്ഷനിൽ ഓരോ ഇയറിലെ ഇതുവരെയുള്ള ഓരോ ഇയറിലെയും കംപ്ലീറ്റ് PYQസിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ സബ്ജക്റ്റും ചൂസ് ചെയ്തിട്ട് അതിലെ ടെസ്റ്റുകൾ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു ആ ഇയറിൽ. അപ്പോൾ നിങ്ങൾ 2025 ഒരു കെമിസ്ട്രിയുടെ പേപ്പറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലെ കെമിസ്ട്രിയുടെ PYQ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 1 ഹവറിന് തന്നെയാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്. അതായത് എങ്ങനെയാണോ CUETക്ക് എത്ര സമയമാണ് ഉള്ളത് അത്ര സമയത്ത് തന്നെയാണ് നമ്മളും ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 5 മാർക്ക് ഒരു കറക്റ്റ് ഓപ്ഷന് 5 മാർക്കാണ്, റോങ് ആൻസർ ആണെങ്കിൽ -1 ആണ്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ PYQ കെമിസ്ട്രി PYQ 2024 അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി
COET മോഡലുള്ള ഒരു എക്സാമാണ്. അതേ മാർക്കും അതേ സമയവും അതേ നെഗറ്റീവ് മാർക്കിങ്ങും എല്ലാം വന്നിട്ടുള്ള PYQ ടെസ്റ്റുകളാണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ആപ്പിൽ ഈ പ്രൊഫൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ പ്രോഗ്രസ്, നിങ്ങൾ എത്രത്തോളം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ടെസ്റ്റ് ഹിസ്റ്ററികളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ജൂലൈ തൊട്ട് അടുത്ത എക്സാം വരെയുള്ള ലോങ് ടേം ബാച്ചുകളിലേക്കുള്ള അഡ്മിഷന് എജുബിറ്റ്സിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് 2026 ഈ വർഷത്തെ COET റിസൾട്ട് നോക്കുകയാണെങ്കിൽ ബയോളജിയിൽ ഫുൾ മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് സബ്ജക്റ്റിൽ നല്ല ഒരു മോർ ദാൻ 90% മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് എജുബിറ്റ്സിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ലൊരു നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ നമ്പർ 1 COET കോച്ചിങ് സെൻ്ററാണ് എജുബിറ്റ്സ്.